നമുക്ക് ഈ സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിന്റെ കാര്യം നമ്മൾ കണ്ടു. ഈ പണിമുടക്കിനോട് സമൂഹം, അതായത് പൊതുജനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവർ ഈ പണിമുടക്കിനെ അംഗീകരിക്കുന്നുണ്ടോ? ചില പ്രതികരണങ്ങൾ കാണാം. ഈ സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഓഫീസുകളിൽ ലഭിക്കുന്ന സേവനങ്ങൾ മന്ദഗതിയിലാണെന്നുള്ള അങ്ങനെ ഒരു ജനങ്ങളെ ഇപ്പോൾ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഓരോ കാര്യങ്ങളും വളരെ മന്ദഗതിയിലാണെന്നാണ് പൊതുവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതുപോലൊരു സമരം കൂടി എടുക്കുമ്പോൾ അത് ജനങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് പകരം വേറെ രീതിയിൽ എന്തെങ്കിലും, അതായത് ഇതുപോലെ സമരങ്ങളായിട്ട് അവർ പണിമുടക്കുന്നതിന് അപ്പുറത്ത് വേറെ രീതിയിലുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കി കാണുന്നതായിരിക്കും കുറച്ച് നല്ലത്. 8.5 വർഷക്കാലമായി സിവിൽ സർവീസിലെ ജീവനക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് സർക്കാർ കേൾക്കാതെ പോകുമ്പോൾ സർക്കാരിനൊരു താക്കീത് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമരം നടന്നത്. ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും പുതിയ ആനുകൂല്യങ്ങൾ സമയത്ത് തരാതെയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാതെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന സാഹചര്യം. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ സൂചനാ പണിമുടക്കിലേക്ക് സർക്കാർ ജീവനക്കാർ നീങ്ങിയത്. ഇത് കേവലം സർക്കാർ ജീവനക്കാരുടെ മാത്രം വിഷയങ്ങളല്ല. ഇവിടെ ഒരു മാതൃകാ തൊഴിൽദാതാവാകേണ്ട സർക്കാർ തങ്ങളുടെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും സർക്കാർ കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ DA കുടിശ്ശികകളുള്ള കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് അവരുടെ പങ്കാളിത്ത പെൻഷനകത്തുള്ള അവരുടെ ആകുലതകളും ഒക്കെ നമുക്ക് സംശയമായിട്ട് അംഗീകരിക്കേണ്ടി വരും. പക്ഷേങ്കിൽ ഈ പൊതുജനങ്ങളുടെ ആവശ്യകതകളെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരണം. അവരുടെ ഓരോ സർവീസ് ഡിലേ ആവുന്ന രീതിയിൽ ഇത്തരം സമരങ്ങൾ മുന്നോട്ട് വന്ന് അനുകൂലിക്കാൻ പറ്റത്തില്ല. രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടു. സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ സർക്കാരിന് താക്കീത് എന്ന അർത്ഥത്തിൽ ഈ സമരത്തെ ന്യായീകരിക്കുന്നുണ്ട് ചിലർ. പക്ഷേ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ സർക്കാർ ജീവനക്കാർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുമുണ്ട്. സമൂഹത്തിൽ ഈ വിഷയത്തിൽ രണ്ട് തട്ടിൽ ഈ അഭിപ്രായങ്ങൾ നിൽക്കുന്നു എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.